ഹായ്, ഞാൻ സ്നേഹ. മെഡ്വെഞ്ചറിൽ DHA ഫാർമസി ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മാർച്ചിലെ ബാച്ചായിരുന്നു. ജൂൺ 6-ാം തീയതി എൻ്റെ എക്സാം കഴിഞ്ഞു, ഞാൻ പാസ്സായി. അപ്പോൾ ഫസ്റ്റ് ടൈം മെഡ്വെഞ്ചറിൽ ക്ലാസ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടെൻസ്ഡ് ആയിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എൻ്റെ മെൻറ്റർ ഫൗസ മാമാണ് എനിക്കൊരു ഫോളോ അപ്പ് തന്നത്. മാഡം പറയുന്ന പാറ്റേണിലൂടെ ഞാൻ പഠിച്ചത്. ഫസ്റ്റ് ക്രാഷ് കോഴ്സ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ്. അതിലെനിക്ക് മനസ്സിലാവാത്ത പോർഷൻസ് ആണ് ഞാൻ ബേസിക് ക്ലാസ് കണ്ടത്. ആൻഡോ സാറിൻ്റെ ഞാൻ ബേസിക് ക്ലാസ്സിൽ ഫാർമക്കോളജി, നോൺ ഫാർമക്കോളജി, കാൽക്കുലേഷൻസ് ആണ് കൂടുതലായും കണ്ടത്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നി. ഞാൻ ഫോളോ ചെയ്ത പാറ്റേൺ, ആദ്യം ബേസിക് ക്ലാസ്സിൽ ഫാർമക്കോളജി ക്ലാസ് ഫുള്ളായി കണ്ടിരുന്നു. അതിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. പിന്നെ ക്രാഷ് കോഴ്സ് ഫുള്ളായി അറ്റൻഡ് ചെയ്ത് അതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്കിലി ഞാൻ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഫൗസ മാമിൻ്റെ, സബീറ മാമിൻ്റെ, അതുൽ സാറിൻ്റെ ഒക്കെ ചെയ്തു. പിന്നെ ബേസിക് ക്ലാസ്സിലെ കാൽക്കുലേഷൻസും പിന്നെ അതിലത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യണവർ ഫസ്റ്റ് ക്രാഷ് കോഴ്സ് നന്നായിട്ട് കാണുക, അതിലെ ക്വസ്റ്റ്യൻസ് ആൻസറും നന്നായി പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസിലെ ഫൗസ മാമിൻ്റെ, സബീറ മാമിൻ്റെ, അതുൽ സാറിൻ്റെ ഒക്കെ നന്നായി കാണുക, അതുപോലെ അത് പഠിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അത് ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്യുക. പിന്നെ ഇതിൽ നിന്നും മനസ്സിലാവാത്തത് നമ്മൾ ആൻഡോ സാറിൻ്റെ ബേസിക് ക്ലാസ് കാണുക. കാൽക്കുലേഷൻസൊക്കെ ആൻഡോ സാറിൻ്റെ കാണുന്നത് നന്നായിരിക്കും. നമുക്കൊരു ബേസ് കിട്ടാൻ അത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ മെൻറ്റർ നമുക്ക് അയച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക, കാൽക്കുലേഷൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.